സുഹൃത്തുക്കളെ, ഇന്ത്യ പോസ്റ്റിലൂടെ സെൻഡ് ചെയ്താണിത്. ഇന്ത്യ പോസ്റ്റിലൂടെ ഈ ഒരു കീബോർഡും മൗസും സെൻഡ് ചെയ്താണ് സർവീസിനായിട്ട്. വാറണ്ടി പീരീഡിലുള്ള പെബിളിൻ്റെ ഒരു കീബോർഡും മൗസുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ മാന്യമര്യാദയ്ക്ക് ഇതിൻ്റെ ഒറിജിനൽ പാക്കേജിങ്ങിൽ പാക്ക് ചെയ്ത് സെൻഡ് ചെയ്ത പ്രോഡക്റ്റാണ്. തിരിച്ച് അവർ സർവീസ് ചെയ്യാതെ റിട്ടേൺ ടു ഒറിജിനിൽ നമുക്കിത് ആ പ്രോഡക്റ്റ് അയച്ചു തന്നാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഓരോ കോലമൊക്കെ കാണാൻ പറ്റും. ഇതിനകത്തുള്ളത് മൗസും കീബോർഡുമാണ്, ഇലക്ട്രോണിക്സ് ആണ്. ഇതൊരുമാതിരി വെള്ളത്തിനകത്തൂടെ ഇട്ട് എന്നാണ്ട് കൊണ്ടുപോയ രീതിയാണ് ഇതിൽ കാണുന്നത്. ഇനി പോട്ടെ, ഇവിടെ ഇതുണ്ടോ, ഇവിടെ വരെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ഇവിടെ ഈ ഒരു പാക്കേജിങ്ങിൻ്റെ ഇവിടുത്തെ സാധനമൊക്കെ അവർ പറിച്ച് ഒരുമാതിരി കീറി പൊളിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, അതിനകത്തെ മൗസ് ഇവിടെ മൗസ് അടക്കം നമ്മൾ കൊടുത്തതാണ് സർവീസിങ്ങിന്. തിരിച്ചു വന്നപ്പം മൗസ് കാണാനില്ല. ഇത് കീബോർഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മൗസും കീബോർഡും കൂടെയും ഒരുമിച്ച്, മൗസ് സർവീസ് ചെയ്യാനായിട്ട് മൗസും കീബോർഡും കൂടെയും ഒരുമിച്ച് കൊടുത്തതാണ്. ഒടുവിൽ മൗസും റിസീവറും ഈ ഇന്ത്യ പോസ്റ്റിലെ ഏതോ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. ഈ എടുത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, കാരണം മൗസ് സർവീസ് ചെയ്യാനായിട്ടാണ് കൊടുത്തത്. അതിനകത്ത് ഒരു ഇൻവോയ്സ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ മൗസിൻ്റെ മുഴുവൻ കംപ്ലയിൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ മൗസും റിസീവറും തിരിച്ച് കിട്ടിയിട്ടില്ല. ആ ഒരു റിസീവർ ഉണ്ടായിരുന്നേ ഈ കീബോർഡെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇത് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് സാറിന് കിട്ടിയിരിക്കുന്നത്. ഓർക്കണം, 4500 രൂപ MRP ഉള്ള ഒരു കീബോർഡും മൗസുമാണ് പോയിരിക്കുന്നത്. അതിനകത്ത് കീബോർഡ് കിട്ടിയിട്ടുണ്ട്. കീബോർഡ് കിട്ടിയിട്ടും ഒരു ഉപയോഗവും കാരണം റിസീവർ ഉണ്ടെങ്കിൽ മിനിമം ആ കീബോർഡെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം കീബോർഡും ഉപയോഗിക്കത്തില്ല, റിസീവറും ഇല്ല, മൗസും ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെയും അവസാനത്തെയും കൊറിയറാണ് ഇന്ത്യ പോസ്റ്റിലൂടെ ഉള്ളത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തെ പോലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കീബോർഡാണിത്. ഈ ആദ്യത്തെ മെക്കാനിക്കൽ കീബോർഡ് ഞാൻ ഇന്ത്യ പോസ്റ്റിലൂടെ തന്നെ സർവീസിങ്ങിന് വിട്ടത് ഇന്ത്യ പോസ്റ്റിലുണ്ടായിരുന്ന ജനങ്ങളുടെ ആ ഒരു വിശ്വാസം ഓർത്തിട്ട് മാത്രമാണ്. ഇനിതാ എൻ്റെ ആദ്യത്തെ വട്ടം സെൻഡ് ചെയ്തു, റിട്ടേൺ ടു ഒറിജിനിൽ കിട്ടിയപ്പം ഇവിടെ ഉണ്ടായിരുന്ന മൗസ് കിട്ടിയിട്ടില്ല. മൗസും ഇല്ല, റിസീവറും ഇല്ല. ഈ കീബോർഡ് മാത്രം കിട്ടിയിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ പാക്കേജിങ്ങുമായിട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് സാധനം, കിട്ടിയിരിക്കുന്ന പാക്കേജ്. ഇതൊരുമാതിരി ഇലക്ട്രോണിക്സ് ആണെന്ന് ഓർക്കണം. അത് വെള്ളത്തിലെങ്ങാണ്ടിട്ട് ഒരുമാതിരി എയർ ഇന്ത്യയുടെ ഒക്കെ ലോഗോ ഇതിലുണ്ട്. എയർ ഇന്ത്യനെയും എല്ലാം, അതായത് എയർ ഇന്ത്യയുടെ ഒക്കെ ലോഗോ, നമുക്ക് ലോഗോ അല്ല, ഒരു സ്റ്റിക്കർ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയിലൂടെയൊക്കെ ചിലപ്പം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ പൈസ കൊടുത്ത് ഒരു സർവീസ് വാങ്ങിച്ചിട്ടും തിരിച്ച് റിട്ടേൺ ടു ഒറിജിനിൽ സാധനം കിട്ടുമ്പം ഇതാണ് അവസ്ഥ. അതിനകത്ത് മൗസും ഇല്ല. അതാണ് മൗസ് സർവീസ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, സർവീസ് ചെയ്യാതെ തിരിച്ചു വന്നപ്പോൾ മൗസ് പോലും ഇല്ല. ഇതാണ് ആ മെക്കാനിക്കൽ കീബോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങുന്ന മെക്കാനിക്കൽ കീബോർഡാണ്. അത് സർവീസ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് അയച്ചത് ഇന്ത്യ പോസ്റ്റിലൂടെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യ പോസ്റ്റിലൂടെ ഇനി ഒരു കൊറിയറും ഞാൻ അയക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഒന്നിനും കൊള്ളാത്ത പാലാ ഹെഡ് പോസ്റ്റിലൂടെ ഞാൻ അയച്ചതാണ്. എന്നിട്ട് സാധനം തിരിച്ചു കിട്ടുന്ന അവസ്ഥയാണിത്. മൗസ് ഇല്ല, കീബോർഡ് മാത്രമേ ഉള്ളൂ. ഇത് ആരെടുത്താലും ശരി, ആ പുള്ളിക്കാരന് ആക്ച്വലി ഒരു ഉപയോഗവും ഇല്ല. കാരണം മൗസ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള മൗസാണ്. നമുക്ക് ആ മൗസ് ഉണ്ടായിരുന്നെങ്കിൽ മൗസിൻ്റെ റിസീവർ എടുത്തിട്ട് എനിക്ക് ഈ കീബോർഡെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ഇന്ത്യ പോസ്റ്റിലൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് പെബിളിൻ്റെ ഒരു ഡിജിറ്റ് 002 എന്ന് പറഞ്ഞ കീബോർഡാണ്. ഞാൻ കീബോർഡ് മൗസുമാണ് സർവീസിനായിട്ട് അയച്ചത്. ഹരിയാനയിലേക്ക് അയച്ച സാധനമാണ്. ഇപ്പം ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ മറ്റേ സ്പീഡ് പോസ്റ്റിൻ്റെ ആ സ്റ്റിക്കറും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തു വന്നാലും നമുക്ക് തിരിച്ച് കിട്ടിയപ്പോൾ സാധനമില്ല. 4500 രൂപ വിലയുള്ള ഒരു കോംബോയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് എന്ന ഇന്ത്യ പോസ്റ്റിനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ, അതേപോലെ തന്നെ ഈ ഒരു പാക്കേജ് ഹാൻഡിൽ ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്.